ഹായ് സ്റ്റുഡൻസ്, സ്റ്റെയറിന്റെ ഡിസൈനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലി സ്പാനിങ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്പാനിങ് ആയിട്ടുള്ള സ്റ്റെയറുകളെ അതിന്റെ ഡിസൈന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹൊറിസോണ്ടൽ സ്പാനിങ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തത്. ട്രാൻസ്വേഴ്സ് സ്പാനിങ് ഒന്നും കാണാറുണ്ട്. ട്രാൻസ്വേഴ്സ് സ്പാനിങ് അല്ലേ, അത് അതിന്റെ സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പിന്റെയും വിഡ്ത്തിലും രണ്ട് സൈഡിൽ എന്തുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിനാണ് അതിനെ ആണ് ഹൊറിസോണ്ടൽ സ്പാനിങ് സ്റ്റെയർസ് എന്ന് പറയുന്നത്. അതിന്റെ ഡിസൈൻ ഒന്നുകൂടെ സിമ്പിൾ ആണ്. നമ്മൾ ഓരോ സ്റ്റെപ്പുകളാണ് അതിൽ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്പാനിങ് ആണ് സ്റ്റെയർ ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് എന്നുമുണ്ട്, പിന്നെ ഡോഗ് ലെഗ്ഡ് ആൻഡ് ഓപ്പൺ വെൽ എന്ന് പറയുന്നുണ്ട്. ഈ ഡോഗ് ലെഗ്ഡ് ആൻഡ് ഓപ്പൺ വെൽ എന്ന് പറയുന്നതിന്റെ ജോമെട്രി വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത് അതിന്റെ സപ്പോർട്ട് വൈസ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പിലും എന്തുണ്ടാവാം, ഡോഗ് ലെഗ്ഡും ഓപ്പൺ വെല്ലും ഉണ്ടാവാം. ഓക്കെ, ഡോഗ് ലെഗ്ഡ് ആൻഡ് ഓപ്പൺ വെല്ല് ഡിസൈൻ വൈസ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. ഓപ്പൺ വെല്ല് ആവുമ്പോൾ സെന്ററിൽ കുറച്ച് സ്പേസും കൂടെ ഉണ്ടാവും, അതും കൂടെ ഡിസൈൻ ചെയ്യണമെന്ന് മാത്രം. ആ സ്പേസും കൂടെ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ഫ്ലൈറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം. ഡിസൈനിൽ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ പറഞ്ഞു, ലോഞ്ചിറ്റ്യൂഡനൽ സ്പാനിങ്ങോ ഹൊറിസോണ്ടൽ സ്പാനിങ്ങോ ഈ രണ്ട് കേസിലും ഡോഗ് ലെഗ്ഡും ഓപ്പൺ വെല്ലും വരാം. ഓക്കെ, അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയിട്ട് എടുക്കണം, എങ്ങനെയാണ് ഇതിന്റെ സ്പാനിങ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ബെൻഡിങ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പാനിങ് ലോഞ്ചിറ്റ്യൂഡനലി എന്നുള്ള സെക്ഷനിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു സ്ലാബ്, ഈ ഒരു പിക്ചറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഈ ഒരു പിക്ചറിന്റെ പ്രത്യേകത, അത് ഈ ഒരു സ്റ്റെയറിന്റെ സ്ലാബ് ബോട്ടത്തിലും ടോപ്പിലുമാണ് സപ്പോർട്ടീവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡിസൈൻ സ്റ്റെപ്പുകളൊക്കെ സെയിം ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റെപ്പ് ഡയമെൻഷൻ, കമ്പ്യൂട്ടേഷൻ ഓഫ് ലോഡിംഗ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്, എഫക്റ്റീവ് ഡെപ്ത്, കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് ആൻഡ് ഡീറ്റെയിലിംഗ്. ഇവിടെ മാറ്റം വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോഡിംഗ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സ്ലാബിനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ നോർമലി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വേസ്റ്റ് സ്ലാബിനെയാണ്, വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് ആൻഡ് റീൻഫോഴ്സ്മെന്റ്. അതിന്റെ മുകളിൽ ഈ ഒരു സ്റ്റെപ്പുകൾ എക്സ്ട്രാ ആണ്. അതിന്റെ ലോഡും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വേസ്റ്റ് സ്ലാബ് ആണ് ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഒരിക്കലും റീൻഫോഴ്സ്മെന്റുകൾ, വേസ്റ്റ് സ്ലാബ് ഉള്ള ടൈപ്പ് ഓഫ് സ്റ്റെയറിൽ റീൻഫോഴ്സ്മെന്റ് സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പിനകത്തോട്ട് കയറാറില്ല. വേസ്റ്റ് സ്ലാബിന് മാത്രമാണ് റീൻഫോഴ്സ്മെന്റ് ഉണ്ടാവാറ്. ഓക്കെ, പിന്നീട് ഇതാണ് ഇതിലൊരു ഡിസൈൻ. ഇനി ഇതിൽ വരുന്ന മാറ്റങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഇവിടെ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ലാബ് ആണ് ആക്ച്വലി ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും എടുക്കുന്നതെല്ലാം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡയറക്ഷൻസിനെ ആയിരിക്കും. അതായത് നിങ്ങൾക്കൊരു സ്ലാബ്, ഒരു സ്റ്റെയർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റൂമിലെ സ്റ്റെയർ കേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റൂമിന്റെ പ്ലാൻ ഏരിയകളായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ലെങ്ത്തും വിഡ്ത്തും എല്ലാം പ്ലാൻ വൈസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെങ്ത്തും വിഡ്ത്തും ആയിരിക്കും തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതിൽ വരുന്ന, മാത്രമല്ല ഇതിന്റെ ലോഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ആക്ച്വലി കറക്റ്റ് വെർട്ടിക്കലും ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ മെമ്പർ ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ വരുന്ന ലോഡുകളെല്ലാം എന്ത് ചെയ്യുന്നു, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഡെഡ് വെയിറ്റ് വരുന്നതെങ്കിലും അത് നമ്മൾ ഹൊറിസോണ്ടലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിന്റെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് വഴിയെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത്തരം സ്ലാബുകൾ ഹൊറിസോണ്ടൽ സ്പാനിങ്ങിനേക്കാളും വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ്സും റീൻഫോഴ്സ്മെന്റും കൂടുതലായിരിക്കും, കാരണം സ്പാൻ കൂടുതലായിരിക്കും നോർമലി. ഓക്കെ, പിന്നീട് പറയാനുള്ളത്, ഇതില് ഡോഗ് ലെഗ്ഡ് ആൻഡ് ഓപ്പൺ വെൽ എന്ന് ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. ഡോഗ് ലെഗ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം 2 ഫ്ലൈറ്റ് അല്ലെ. ഡോഗ് ലെഗ്ഡ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ 2 ഫ്ലൈറ്റ് അത് കൂടെ ഡിസൈൻ ചെയ്യണം. മാത്രമല്ല ലാൻഡിംഗ് സ്ലാബ് കൂടെ ഡിസൈൻ ചെയ്യണം. നോർമലി ഈ ഒരു ഒറ്റ സ്ലാബ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ഇൻക്ലൂഡിംഗ് ലാൻഡിംഗ് ഇതൊരൊറ്റ സ്ലാബ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, അതിൽ കുറച്ച് അസംഷൻസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇനി ഫസ്റ്റ് ഇതിലെ കമ്പ്യൂട്ടേഷൻസ് ഓഫ് സ്റ്റെപ്പ് ഡയമെൻഷൻസ് ആണ്. സ്റ്റെപ്പ് ഡയമെൻഷൻസ് മീൻസ് അതിന്റെ സ്റ്റെപ്പിന്റെ വെയിറ്റ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല സ്റ്റെപ്പ് ഡയമെൻഷൻസിൽ ചില കേസിൽ ക്വസ്റ്റ്യനിൽ റൈസും ട്രെഡും വാല്യൂ തന്നിട്ടുണ്ടാവും. ഇനി തരാത്ത കേസിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം 150
റൈസ് അസ്യൂം ചെയ്യാം. മേ ബി 250 ടു 300 അതിന്റെ ഇടയ്ക്ക് 250 ആണ് നോർമലി അസ്യൂം ചെയ്യാറ്. ട്രെഡിന്റെ വാല്യൂ അസ്യൂം ചെയ്യാം. ഇനി ചില കേസിൽ റൂമിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ടാവും, ഹൈറ്റ് ഓഫ് ദ റൂം തന്നിട്ടുണ്ടാവും. അതിന് എന്ത് ചെയ്യാം? ഇപ്പോൾ ഹൈറ്റ് ഓഫ് ദ റൂം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് റൈസ് കിട്ടും, നമ്പർ ഓഫ് റൈസേഴ്സ് കിട്ടും അല്ലേ? അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാൻ നമ്പർ ഓഫ് ട്രെഡും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഹൊറിസോണ്ടലി ഒരു ഫ്ലൈറ്റിന്റെ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്പർ ഓഫ് സ്റ്റെപ്പ് ഇൻറ്റു ട്രെഡ് ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റെപ്പ് ഡയമെൻഷൻസിൽ വരുന്നത്. ചില കേസിൽ ഇതെല്ലാം പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പോ ആ രീതിയിൽ ചെയ്യണം. പിന്നെ ഇവിടെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്ന ഒരു കേസ് കൂടി വരും. നമ്മൾ നേരത്തെ എടുത്ത എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് സ്റ്റെപ്പിന്റെ വിഡ്ത്ത് ആയിരുന്നു അല്ലെ? അത് അവിടെ സപ്പോർട്ടിംഗ് വാള് തന്നിട്ടുണ്ടെങ്കിൽ വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് അല്ലെ? സപ്പോർട്ടിംഗ് ആയിട്ട് വാളോ ബീമോ ഉണ്ടെങ്കിൽ ബീം ടു ബീമിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എഫക്റ്റീവ് സ്പാൻ ആയിട്ട് വരുന്നത്. എന്നാൽ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനലി സ്പാനിങ് ആവുമ്പോൾ ഇവിടെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ കാണിച്ചു, ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ഈ ഒരു ലെങ്ത് ആണ് ആക്ച്വലി. പക്ഷെ നമ്മൾ അത് ഇൻക്ലൈൻഡ് ഹൊറിസോണ്ടലിലോട്ട് മാറ്റുന്നു വെയിറ്റുകളെല്ലാം, അതുകൊണ്ട് ഈ ഒരു സ്പാൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഡെഡ് വെയിറ്റ് ഓഫ് വേസ്റ്റ് സ്ലാബ് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ വേസ്റ്റ് സ്ലാബിന്റെ ഡെഡ് വെയിറ്റ്, സെൽഫ് വെയിറ്റ്, അത് യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആക്ച്വലി ഇവിടെ ഈ ഒരു പോർഷന്റെ തിക്നെസ് എത്രയായിരിക്കും? ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് √r² + t². കഴിഞ്ഞ ക്ലാസ്സിൽ ബി എന്ന് നൊട്ടേറ്റ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുന്നു. നോർമലി ഇങ്ങനെയാണ് കാണാറ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാം, അതാവുമ്പോൾ ഒന്നുകൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് √r² + t² ആയിരിക്കും. ഇൻറ്റു ടി, r² + t² ഇൻറ്റു ടി എന്ന് പറയുന്ന സ്ലാബിന്റെ തിക്നെസ് ആയി, തിക്നെസ് ഇൻറ്റു സ്ലാബിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആയി, ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ചെയ്താൽ നമുക്ക് വെയിറ്റ് കിട്ടി. ഇനി നമ്മൾ അതിനെ ഹൊറിസോണ്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ട്രെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് അല്ലെ? ആ റേഷ്യോ ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ √r² + t² / t ഇൻറ്റു ടി ഇൻറ്റു 25 kN/m² ആണ്, kN/m² ആണ് ഡെഡ് വെയിറ്റ് ഓഫ് വേസ്റ്റ് സ്ലാബ്. അത് നമ്മളെ വാല്യൂവിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ട്രെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഡെഡ് വെയിറ്റ് ഓഫ് സ്റ്റെപ്സ് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ, സ്റ്റെപ്പിന്റെ. അപ്പൊ നമ്മൾ ഇപ്പോ വേസ്റ്റ് സ്ലാബിൻ്റെതായിട്ടുള്ളൂ. ഇനി സ്റ്റെപ്പിന്റെ ഏരിയ എങ്ങനെ വരിക? ½ × r × t അല്ലെ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു യൂണിറ്റ് വെയിറ്റ്. അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ടി ഇൻറ്റു 1/t അല്ലേ? അപ്പൊ ½ r × t ഇൻറ്റു 1/t ഇൻറ്റു 25 kN/m². ചില ബുക്കുകളൊക്കെ ½ r എന്ന് മാത്രം കാണും. ആ ടിയും ക്യാൻസൽ ചെയ്ത് പോയതാണ് ആക്ച്വലി. ½ r ഇൻറ്റു 25 kN/m². ഇത് മാത്രമാണ് ഇതിൽ വരുന്ന വ്യത്യാസം. ബാക്കി സ്റ്റെപ്പുകളെല്ലാം സെയിം ആണ്. പിന്നെ റെയിൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ സ്ലാബ് ഇങ്ങനെയാണ് ആക്ച്വലി അല്ലെ? ഈ സ്ലാബിന്റെ മെയിൻ ബാർ വരുന്നത് അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റീൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെയായിരിക്കും വരിക അല്ലെ? ആ ഒരു മാറ്റം മാത്രമാണ് ഇതിൽ വരുന്ന സ്റ്റെയർ സ്പാനിങ് ലോഞ്ചിറ്റ്യൂഡിൽ വരുന്ന മാറ്റം. ഇനി നമുക്കൊരു ലോഞ്ചിറ്റ്യൂഡിനലി സ്പാൻ ചെയ്യുന്ന ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഡോഗ് ലെഗ്ഡിന്റെ സ്റ്റെയറിന്റെ ഡിസൈൻ ആണ് പഠിക്കുന്നത്. ഓപ്പൺ വെൽ സ്റ്റെയർ ആകുമ്പോൾ ചെറിയ മാറ്റം മാത്രമേ വരുന്നുള്ളൂ. ഓപ്പൺ വെല്ല് നിങ്ങൾ എക്സാമിനാണ് ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. ഓപ്പൺ വെല്ല് ആവുമ്പോൾ ഇടയ്ക്കൊരു സ്പേസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഡിസൈനിൽ ഒന്നും മാറ്റം വരുന്നില്ല. നമ്മുടെ സ്റ്റെപ്പ് ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം വരുമെന്ന് മാത്രം. അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനലി സ്പാൻ ചെയ്യുന്ന ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിന്റെ ഡിസൈൻ പ്രോബ്ലം ആണ് നമ്മൾ discuss it. Okay. Design a dog-legged stair of building in which the vertical distance between floors is 3.6 meter. The stair hall measures 2.5 by 5 meter. The live load may be taken as 2500 Newton/m². Use M20 concrete and Fe 415 steel bar. ഇവിടെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫ്ലോർ ഹൈറ്റ് തന്നിട്ടുണ്ട്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലോർ ഈസ് 3.6 മീറ്റർ. അപ്പൊ നമുക്ക് 3.6 മീറ്റർ ഹൈറ്റിലോട്ടാണ് കയറേണ്ടത്. ദ സ്റ്റെയർ ഹാൾ മെഷേഴ്സ് 2.5 വിഡ്ത്തും 5 മീറ്റർ ലെങ്ത്തും ഉള്ള ഒരു സ്റ്റെയർ ഹാൾ ആണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് വേണം നമ്മുടെ സ്റ്റെയർ ഒതുങ്ങാൻ അല്ലേ? 2.5 മീറ്റർ വിഡ്ത്തും 5 മീറ്റർ ലെങ്ത്തും ഉള്ള ഇങ്ങനെ 2.5 മീറ്ററും ഇങ്ങനെ
5 മീറ്റർ ഉള്ള ഒരു റൂം. നമുക്ക് നോർമലി ചിന്തിച്ചാൽ അറിയാം, ഈ റൂമിൽ നമുക്ക് ഇവിടെ ഡോഗ് ലെഗ്ഡ് ആണ്. അപ്പൊ 2 ഫ്ലൈറ്റ് വേണ്ടി വരും. നോർമലി നമ്മൾ എങ്ങനെ ചെയ്യും? ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ഇവിടെ നോർമലി ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. എന്നിട്ട് ലാൻഡിങ് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് സ്റ്റെപ്പ്. നോർമലി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോഴേ നമ്മുടെ ഡയമെൻഷൻസ് ഓക്കെ ആവും. ഓക്കെ, ഇങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ലൈവ് ലോഡ് തന്നിട്ടുണ്ട്. ലൈവ് ലോഡ് 2.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 2500 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. തരാത്ത കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അസ്യൂം ചെയ്യാം. ഓക്കെ, given data നമ്മൾ എഴുതുന്നു. ഫ്ലോർ ഹൈറ്റ് ഈസ് 3.6 മീറ്റർ, സ്റ്റെയർ കേസ് റൂം സൈസ് 2.5 by 5 മീറ്റർ, ലൈവ് ലോഡ് ഈസ് 2500 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഈസ് 20 M20 അല്ലെങ്കിൽ 20 ന്യൂട്ടൺ പെർ mm സ്ക്വയർ, ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഈസ് Fe415. ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റെപ്പ് ഡയമെൻഷൻ ആണ്. നമ്മൾ റൈസും ട്രെഡും തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, നമ്മൾ അത് അസ്യൂം ചെയ്യാണ്. റൈസ് ഈസ് 150, ട്രെഡ് ഈസ് 250 ആൻഡ് വിഡ്ത്ത് ഓഫ് ഫ്ലൈറ്റ് ഈസ് 1.2 മീറ്റർ. ഇവിടെ റൈസും ട്രെഡും പ്രശ്നമില്ല. വിഡ്ത്ത് ഓഫ് ഫ്ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം നമുക്ക് 2 വിഡ്ത്ത് ഫ്ലൈറ്റ് വേണം. നമുക്ക് ആകെയുള്ള സ്പേസ്, പാസഞ്ചർ സ്പേസ് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ് അല്ലേ? 2.5 മീറ്റർ ആണ്. അപ്പൊ 2 ഫ്ലൈറ്റ് വന്നാൽ 1.2 കൊടുത്താൽ 2.4 മീറ്റർ കിട്ടും. ഇടയ്ക്ക് 10 സെന്റിമീറ്ററിന്റെ സ്പേസും. ഓക്കെ, അപ്പൊ ഡോഗ് ലെഗ് സ്റ്റെയർ ആയതുകൊണ്ട് അധികം സെന്ററിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് ഓക്കെയാണ്. നമ്മൾ 1.5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവില്ല? സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൂടെ ചെക്ക് ചെയ്യണം അല്ലേ? ഈ പിക്ചറിൽ കാണിച്ച പോലെ ഈ ഒരു ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് കിട്ടുമോ എന്നുള്ളത് അത് നോക്കണം. ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് അസ്യൂം ചെയ്യും. ഓക്കെ, ഹൈറ്റ് ഓഫ് ഈച്ച് ഫ്ലൈറ്റ്. നമ്മൾ 2 ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഒരു ഫ്ലൈറ്റ് നമുക്ക് ഈക്വലി ആയിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? അപ്പോ ടോട്ടൽ ഹൈറ്റിന് by 2 കൊടുക്കും. 3.6 by 2 you will get as 1.8 മീറ്റർ. നമുക്ക് 1.8 മീറ്റർ ഹൈറ്റിലോട്ട് അത്തരം ഒരു ഫ്ലൈറ്റ് കയറുമ്പോൾ അടുത്ത ഫ്ലൈറ്റ് കൂടെ ആകുമ്പോൾ നമ്മളെ ടോട്ടൽ ഫ്ലോറിലോട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തും. നമ്പർ ഓഫ് റൈസേഴ്സ് റിക്വയർഡ് അല്ലേ? നമുക്ക് ടോട്ടൽ എത്ര ഹൈറ്റ് ഉണ്ട് ഡിവൈഡഡ് ബൈ ഒരു റൈസറിന്റെ ഹൈറ്റ് 1.8 by 0.15. you will get as 12 സ്റ്റെപ്പ് അല്ലേ? നമ്പർ ഓഫ് 12 റൈസേഴ്സ് ആണ്. ഇവിടെ 11 സ്റ്റെപ്പ് ഉണ്ടാവും. റൈസേഴ്സ് 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? ഈ 12 റൈസേഴ്സ് ആണ്. ഈ ഓരോ ലൈനും റൈസേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെ 12 റൈസേഴ്സ് നമുക്ക് ആവശ്യമാണ്. റൈസേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രെഡ്സ് വിൽ ബി റൈസേഴ്സ് നമ്പർ ഓഫ് റൈസേഴ്സ് -1. റൈസ് നമ്പർ ഓഫ് ട്രെഡ്സ് ഈക്വൽ ടു 12 - 1 11 അല്ലേ? നമുക്ക് ഈ പിക്ചറിന് കിട്ടും. ഇതാണ് ട്രെഡ്. 1 2 3 4 5 6 7 8 9 10 11 അല്ലേ? 11. അതുപോലെ തന്നെയാണ് ഈ ഫ്ലൈറ്റിൽ. ഓക്കെ, ഇനി നമുക്ക് ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് നോക്കണം. എത്ര ലാൻഡിങ് വിഡ്ത്ത് വരും? മാത്രമല്ല ഈ സ്റ്റെയർ കേസ് റൂമിലോട്ട് സ്റ്റെയർ എൻട്രി ചെയ്യാനുള്ള ഒരു പാസേജ് കൂടെ വേണം. അതുകൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ട്രെഡിന്റെ വിഡ്ത്ത് കൊടുത്തത് 25 സെന്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ 250 mm ആണ്. അപ്പോൾ നോട്ടിൽ ഒരു ഫ്ലൈറ്റിൽ 11 ട്രെഡ് ഉണ്ട്. അപ്പോൾ 11 × 0.25 വിൽ ഗെറ്റ് as 2.75 മീറ്റർ. ഈ ഒരു ഫ്ലൈറ്റിന്റെ ഹൊറിസോണ്ടൽ ലെങ്ത് അല്ലെ, അത് 2.75 മീറ്റർ ആണ്. നമുക്ക് വിഡ്ത്ത് ഓഫ് ലാൻഡിങ് ഒരു 1.25 മീറ്റർ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി ഇവിടെ എത്ര മീറ്റർ ഇവിടെ പാസേജിന് അല്ലെ, ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ പോർഷനിൽ പാസേജിന് എത്ര മീറ്റർ കിട്ടും നോക്കണം. ആൻഡ് സ്പേസ് ലെഫ്റ്റ് ഫോർ പാസേജ് ഈക്വൽ ടു 5 - 1.25 - 2.75 you will get as 1 മീറ്റർ അല്ലെ? ഈ ഒരു റൂമിലോട്ട് കയറി ഒരു 1 മീറ്റർ ഇത്ര സ്പേസ് ഇവിടെ കിട്ടും. ഇനി ഇതേ കേസ് തന്നെ ഈ റൂമിന് ഒരു ഇത്തിരിയും കൂടെ വിഡ്ത്ത് ഉണ്ടെങ്കിൽ അല്ലെ, ഒരു 4 മീറ്റർ ഒരു 5 മീറ്റർ വിഡ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്പൺ വെൽ ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഇത്രേ ഉള്ളൂ ഓപ്പൺ വെല്ലും ഡോഗ് ലെഗും തമ്മിൽ വ്യത്യാസം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ റൂമിൽ സെന്ററിൽ മിനിമം ഒരു വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ, ഒരു വെല്ലിനുള്ള വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ ഫ്ലൈറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം
നമുക്ക് ഓപ്പൺ വെല്ല് സ്റ്റെയർ കൊടുക്കാൻ. ഇവിടെ ഈ ഒരു കേസിൽ 2.5 മീറ്റർ വിടുത്തുള്ള റൂമൊക്കെ ആകുമ്പോൾ അവിടെ ഓപ്പൺ വെല്ല് പ്രൊവൈഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ റൂമിന്റെ വിടുത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഡോഗ് ലെഗ്ഡ് വേണോ ഓപ്പൺ വെല്ല് വേണോ എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഓപ്പൺ വെല്ല് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിടുത്തുള്ള റൂം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ആ സെന്ററിലെ പോർഷനും കൂടെ നിങ്ങൾ അതിൽ കൺസിഡർ ചെയ്യുന്നത് മാത്രമുള്ളതാണ് ഇതിൽ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഓപ്പൺ വെല്ലിന്റെ വരുന്ന മാറ്റം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഡയമെൻഷൻസ് കണ്ടു. ടോട്ടൽ ഹൈറ്റിനെ ഡിവൈഡ് ചെയ്തു, ഹാഫ് ആക്കി. അതിൽ നമ്പർ ഓഫ് റൈസേഴ്സ് കണ്ടുപിടിച്ചു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ ഹൈറ്റ് ബൈ റൈസിന്റെ ഹൈറ്റ് അല്ലെ, റൈസിന്റെ ഡയമെൻഷൻ. അപ്പൊ 1.8 by 0.15 നമുക്ക് കിട്ടി 12 റൈസേഴ്സ് ഒരു ഫ്ലൈറ്റിൽ. അങ്ങനെ അത് റൈസേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ട്രെഡ് എന്ന് പറയുന്നത് റൈസേഴ്സിൽ നിന്നും 1 കുറച്ചു കഴിഞ്ഞാൽ ട്രെഡിന്റെ എണ്ണം കിട്ടി. പിന്നെ ട്രെഡ് ഓക്യുപ്പൈ ചെയ്യുന്ന ഹൊറിസോണ്ടൽ സ്പേസും കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ലോഡിംഗ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഈസിയാണ്. നമുക്ക് ഇക്വേഷൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഡിസൈൻ ചെയ്യാം. ഇവിടെ the landing slab is assumed to span in the same direction as the stairs. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് മാത്രമല്ല, ഈ ഒരു പോർഷനിൽ വരുന്ന ലാൻഡിംഗ് സ്ലാബും കൂടെ ഇതിന്റെ അതേ ഡയറക്ഷനിൽ സ്പാൻ ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യണം നമ്മൾ. മാത്രമല്ല, ആൻഡ് ഈസ് കൺസിഡേർഡ് ആക്ടിങ് ടുഗദർ ടു ഫോം എ സിംഗിൾ സ്ലാബ്. ഈ ഒരു റെഡ് മാർക്ക് ചെയ്ത സ്ലാബ് സിംഗിൾ ആയിട്ട് ഒറ്റ സ്ലാബ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. Let the bearing of landing slab in wall be 200 mm. ലാൻഡിംഗ് സ്ലാബിൽ ഇവിടെ ഗ്രൗണ്ടിലാണ് സപ്പോർട്ട് ചെയ്തത്, ബിയറിംഗ് ഇല്ല. ഇവിടെ ഇതിലോട്ട് 200 mm ഇതിലോട്ട് കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ effective span will be, the effective span of the slab will be 2.75 plus 1.25 plus 0.2 by 2. 2.75 plus 1.25 plus 0.2 by 2, sorry, 0.2 by 2 will get us 4.1 meter. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഇൻക്ലൈൻഡ് ലെങ്ത് എടുക്കുന്നില്ല, ഹൊറിസോണ്ടൽ ലെങ്ത് മാത്രമാണ് എടുക്കുന്നത് അല്ലെ. 2.75 എന്ന് പറയുന്നത് സ്ലാബിന്റെ ആക്ച്വൽ ലെങ്ത് അല്ല, അത് ഹൊറിസോണ്ടൽ സ്പാനിൽ അല്ലെ, ഒരു പ്ലാൻ ഏരിയയിൽ കാണുന്ന ലെങ്ത് ആണ്. അതുപോലെ തന്നെ 1.25 പ്ലസ് 0.2 by 2. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇക്വേഷനിൽ നമുക്ക് അറിയാം, നമുക്ക് ബെൻഡിങ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബെൻഡിങ് മൊമെന്റിൽ WL²/8 അല്ലെ. ആ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവ് സ്പാൻ ആണ്. നമ്മൾ ഡബ്ല്യൂനെ എല്ലാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിന്റെ റേഷ്യോ എടുത്ത് റെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ എഫക്റ്റീവ് സ്പാൻ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി സിമ്പിൾ ആവും. മറ്റേ നമ്മൾ അതിന്റെ ഇൻക്ലൈൻഡ് ലെങ്ത് കണ്ടുപിടിക്കേണ്ട അവസ്ഥ വരും. ഓക്കെ, പിന്നെ മാത്രമല്ല അതിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം നമ്മൾ ലോഡിംഗ് വെർട്ടിക്കലും മെമ്പർ ഇൻക്ലൈൻഡും ആയതുകൊണ്ട് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ച്വലി ലോഡിംഗ് കേസ് വരിക. അപ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ ഇക്വേഷൻസ് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസ് അല്ലെ, ജനറൽ ആയിട്ട് വരുന്ന WL²/8 ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറും വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡുമാണ് വരുന്നത്. അതുകൊണ്ടാണ് നോർമലി വരുന്നത്. നമുക്കറിയാം WL²/8 എന്നുള്ള ഇക്വേഷൻ ആക്ച്വലി ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ എക്സാക്ട് വെർട്ടിക്കൽ ആയിട്ട് സെൻട്രൽ അല്ല UDL എക്സാക്ട് വെർട്ടിക്കൽ ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്തെങ്കിലും ലോഡിംഗ് പാറ്റേൺ ഒരു ഇൻക്ലിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻസ് മാറും. അതുകൊണ്ടാണ് നമ്മൾ വരുന്ന ലോഡിനെ എല്ലാം ഹൊറിസോണ്ടൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിച്ചു. ഇനി വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് അസ്യൂം ചെയ്യുന്നു. നമ്മളിവിടെ നോർമൽ പ്രൊസീജിയർ തന്നെ വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് അസ്യൂം ചെയ്യുന്നു. അത് വെച്ചിട്ട് ഒരു വെയിറ്റ്, ഡെഡ് വെയിറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നു. ആ വെയിറ്റ് നമ്മൾ അസ്യൂം ചെയ്ത വെയിറ്റ് ഡെപ്ത് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി തിക്നെസ് ഓഫ് വേസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് 200 mm അസ്യൂം ചെയ്തു. നമുക്കിത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് L/Dയുടെ വാല്യൂ അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. L/Dയുടെ വാല്യൂ ഇവിടെ 20 ആണ് അസ്യൂം ചെയ്തത്. 20 അസ്യൂം ചെയ്യുമ്പോൾ ആക്ച്വലി 200 പോയിന്റ് സംതിങ് വരും. അത് 200 ആയിട്ട് എടുത്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് L/D 25 അസ്യൂം ചെയ്യാം. അത് L/D 20 to 25ന്റെ വാല്യൂ ഇടയ്ക്ക് നമുക്ക് അസ്യൂം ചെയ്യാം. നോർമലി 200 mm എന്നൊക്കെ പറയുന്നത് സ്റ്റെയറിന്റെ കേസ് ആകുമ്പോൾ, ഓരോ കേസുകൾ നിങ്ങൾ അത് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. സ്റ്റെയറിന്റെ കേസൊക്കെ ആകുമ്പോൾ 200 mm തന്നെ ഒരു നോർമൽ കേസിൽ ഇനഫ് ആണ്. ഓക്കെ,
ഡെഡ് വെയിറ്റ് ഓഫ് വേസ്റ്റ് സ്ലാബ് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ബൈ ടി ഇൻറ്റു സ്മോൾ ടി ഇൻറ്റു 25. ആർ എന്ന് പറയുന്നത് 150, റെഡ് എന്ന് പറയുന്നത് 250. അങ്ങനെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 5830.95. 5831 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 5831 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഡെഡ് ലോഡ് ഓഫ് വേസ്റ്റ് സ്ലാബ്. അത് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ ആണ്. ഓക്കെ. ഇനി സ്റ്റെപ്സിന്റെ കേസ് അതെന്ന് പറയുന്നത് ഹാഫ് ആർ ടി ഇൻറ്റു 1/t ഇൻറ്റു 25. ആർ എന്ന് പറയുന്നത് 0.15, ടി 0.25. യു വിൽ ഗെറ്റ് ആസ് 1875 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നമുക്കറിയാം വെയിറ്റ് ഓഫ് ഫിനിഷസിന്റെ ലോഡ് നമ്മൾ 70 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ അസ്യൂം ചെയ്തത്. ലൈവ് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് 2500 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ടോട്ടൽ ലോഡ് സം ചെയ്യുമ്പോൾ 5831 പ്ലസ് 1875 പ്ലസ് 70 പ്ലസ് 2500 you will get as 10276 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് വാല്യൂ. ആക്ച്വലി ഇവിടെ ഇതാണ് ഒറ്റ സ്ലാബ് ആയിട്ടുള്ള നമ്മൾ ആക്ട് ചെയ്യുന്നത്. ഇതാണ് ആ സ്ലാബ് എന്ന് വിചാരിക്കാം. ഇതിന്റെ മുകളിൽ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാവും. തൽക്കാലം അത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നു. ഇവിടെ നമ്മൾ നോർമൽ സ്ലാബ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയാണ് സപ്പോർട്ട് വരുന്നു, ഇവിടെയും ഒന്ന് ഇവിടെയാണ്. അപ്പൊ നമ്മൾ നോർമലി എന്താ ചെയ്യാം, ഈ ഒരു ഡയറക്ഷനിൽ 1 മീറ്റർ വിഡ്ത്തുള്ള സ്ലാബ് ആയിട്ടാണ് ഇത് അസ്യൂം ചെയ്യാം. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആക്ച്വലി 1 മീറ്റർ ആണ്. ഇതാകെ ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. 1.2 ഇട്ടിട്ടും ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. 1 മീറ്ററിൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒന്നുകൂടി ഈസി ആയിരിക്കും. നമ്മൾ സ്ലാബിന്റെ അതേ സ്റ്റെപ്പുകൾ പ്രൊസീഡ് ചെയ്യാം. 1.2 മീറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷനിൽ എംയുന്റെ ഇക്വേഷനിലൊക്കെ ബി കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, 1200 mm ഇടണം. അല്ലെങ്കിൽ 1 മീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ 1000 mm എന്നിടണം. അത് ലാസ്റ്റ് എങ്ങനെയായാലും പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് സ്ലാബിൽ ചെയ്ത അതേ പാറ്റേൺ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ബീം ഓഫ് വിഡ്ത്ത് 1 മീറ്റർ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ കൺസിഡറിങ് 1 മീറ്റർ വിഡ്ത്ത് ഓഫ് സ്ലാബ്, ടോട്ടൽ ലോഡ് വിൽ ബി ഈക്വൽ ടു ഈ ടോട്ടൽ ലോഡ് ഇൻറ്റു 1 അല്ലേ. അപ്പോൾ 10276 ന്യൂട്ടൺ പെർ മീറ്റർ. നമുക്ക് ഇങ്ങനെ ഒരു ബീം ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, ഈ ഒരു 1 മീറ്റർ വിഡ്ത്തിൽ നമുക്ക് ടോട്ടൽ ലോഡ് എന്താണ് UDL ആയിട്ട് 10276 ന്യൂട്ടൺ പെർ മീറ്റർ ആക്ട് ചെയ്യുന്നു. ഫാക്ടറി ലോഡ് കണ്ടുപിടിക്കുക. 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആസ് 15414 ന്യൂട്ടൺ പെർ മീറ്റർ. അങ്ങനെ നമ്മുടെ അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. MU ലിമിറ്റ് അല്ലേ, WL സ്ക്വയർ ബൈ 8 യു വിൽ ഗെറ്റ് ആസ് 32.389 ഇൻറ്റു 10⁶ ന്യൂട്ടൺ mm. ഇവിടെ യൂണിറ്റിൽ ശ്രദ്ധിക്കണം. 4.1 എന്ന് പറയുന്നത് മീറ്ററിലാണ്. അപ്പൊ നമുക്ക് WU ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 32388.7 ന്യൂട്ടൺ മീറ്ററിലാണ് കിട്ടുക. അതിന് ന്യൂട്ടൺ MM കൺവേർട്ട് ചെയ്യാൻ കാരണം നമ്മൾ അടുത്ത ഇക്വേഷൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ ബാക്കി എല്ലാ വാല്യൂ ന്യൂട്ടൺ പെർ MM സ്ക്വയറിലും ന്യൂട്ടൺ MM ഒക്കെ ആയിരിക്കും വാല്യൂ. അതുകൊണ്ട് നമ്മൾ ന്യൂട്ടൺ MM കൺവേർട്ട് ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് ഇവിടെ Fe415 സ്റ്റീൽ ആയതുകൊണ്ട് ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. D ഈക്വൽ ടു MU ഇൻ റൂട്ട് ഓഫ് MU ബൈ 0.138 FCKB. ഇവിടെയാണ് നാം പറഞ്ഞത് MU ഈക്വൽ ടു 32.389 ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ 0.138 20,000. ഇവിടെ 1000 എന്ന് പറയുന്നത് ബീം ഓഫ് വിഡ്ത്ത് 1 മീറ്റർ ആയതുകൊണ്ട് ആ B ആണ് അവിടെ 1000. അത് നമുക്ക് ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന മൊത്തം ആ ഒരു വിഡ്ത്തിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ നമ്മൾ 1 മീറ്റർ വിഡ്ത്ത് എടുക്കുമ്പോൾ 1 മീറ്ററിൽ മാത്രമുള്ള നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുന്നു. അത് ടോട്ടൽ ഫ്ലൈറ്റിൽ 1.2 മീറ്റർ വിഡ്ത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു മാത്രം. അതല്ല നിങ്ങൾ 1.2 മീറ്റർ വിഡ്ത്തിൽ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ സ്ലാബിന്റെ അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 മീറ്റർ വിഡ്ത്തിലുള്ള ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെപ്ത് കിട്ടിയത് 108.33 ആണ്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് 200 mm ആണ്. നമ്മൾ അസ്യൂം ചെയ്തത് ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മുടെ നോർമൽ പ്രൊസീജിയർ തന്നെയാണ് സ്ലാബും ബീമും നമ്മൾ കാലങ്ങളായിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. MUന്റെ വാല്യൂ നമുക്ക് അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണ്. നമ്മുടെ ഡെപ്ത് പ്രൊവൈഡ് ചെയ്തത് റിക്വയർഡിനേക്കാളും കൂടുതലായതുകൊണ്ട് നമ്മുടെ സെക്ഷൻ ആക്ച്വലി അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. MU ഈക്വൽ ടു 0.87 FIAST D 1 - FIAST BD by BD FCK. ഓക്കെ,
അതിൽ നമ്മുടെ വാല്യൂസ് എല്ലാം പുട്ട് ചെയ്യുക. നമുക്കറിയാം MU 32.389 into 10⁶, FI 415, D 200, AST കാൽക്കുലേറ്റ് ചെയ്യണം. FI 415, B 1000, D എന്ന് പറയുന്നത് 200, FCK 20. Solving, you will get as AST equal to 471.6 mm square. 471.6 mm square. നമ്മൾ 10 mm ബാർ അസ്യൂം ചെയ്യുന്നു. നോർമലി സ്റ്റെയറിന്റെ കേസിൽ 10ഉം 10 mm ബാർസ് ആണ് നോർമലി പ്രൊവൈഡ് ചെയ്യുക. 10ഉം 16 12 ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അസ്യൂമിങ് 10 mm ഡയ ബാർസ്, നമ്പർ ഓഫ് ബാർസ് ഈക്വൽ ടു 471.6 by pi by 4 into 10 square. ഒരു ബാറിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് 6.004 നമ്പർ ഓഫ് ബാർസ് ഫോർ 1 meter വിഡ്ത്ത് ഉണ്ട്. നമുക്ക് ടോട്ടൽ ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് എത്രയാണ്? 1.2 അല്ലേ? 1 meter വിഡ്ത്തിന് 6.004. അപ്പൊ 1.2 മീറ്ററിന് ഇൻറ്റു 1.2, ദാറ്റ് വിൽ ഗെറ്റ് us 7.2. നമ്മൾ റൗണ്ട് ചെയ്യുന്നു 8 ബാർസ് അല്ലേ? അപ്പൊ നമുക്ക് ലോഞ്ചിറ്റ്യൂഡനലി ആയിട്ട് 8 ബാർസ്, ഇങ്ങനെ 8 ബാർസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നമ്പർ ഓഫ് ബാർസ് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഇങ്ങനെ 8 ബാർസ് അല്ലേ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ സ്ലാബിന്റെ അതേ കേസ് തന്നെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ മിനിമം പെർസെന്റേജ് കൊടുക്കുന്നു. ഇവിടെ HYSD ബാർ ആയതുകൊണ്ട് 0.12% ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. 0.0012 into 200 into 1000. ഇവിടെ 200 into 1000 എന്ന് പറയാൻ കാരണം 1 meter വിഡ്ത്തിലാണ്. ഓക്കെ, 240 mm സ്ക്വയർ കിട്ടുന്നു. 8 mm ഡയ ബാർസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.77 ബാർസ് എന്ന് കിട്ടും. ഡിസ്ട്രിബ്യൂഷൻ ദിശയിൽ വരുന്നത് ആക്ച്വലി ഈ ഒരു ഡയറക്ഷൻ ആണ് അല്ലേ? അപ്പൊ അതിന്റെ സ്പേസിംഗ് ആണ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്നത്. കാരണം ഒരുപാട് ലെങ്ത് ഉള്ളത് കൊണ്ട് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലത് സ്പേസിംഗ് ആണ്. അപ്പോൾ 1 മീറ്ററിലുള്ള ബാറിന്റെ ക്രോസ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 1000 by 4.77, you will get us 200.6. 200 mm നമ്മൾ റൗണ്ട് ചെയ്യും. Provide distribution reinforcement in the form of 8 mm dia bars at 200 mm center to center. ഇനി ഡീറ്റെയിലും കൂടെ കഴിഞ്ഞാൽ ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിന്റെ ഡിസൈൻ കഴിഞ്ഞു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ സ്പാനിങ് ആണ് മെയിൻ ബാർ അല്ലെ? മെയിൻ ബാർ താഴെയാണ് വരിക അല്ലെ? അതാണ് 10.5 at 8 നമ്പർ. ഇത് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് 8.5 at 200 mm സെന്റർ ടു സെന്റർ. ഇവിടെ നമ്മൾ ആ ലോഡ് കാൽക്കുലേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം ഒരു സ്ലാബിന്റെ പ്രൊസീജിയർ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൽ ചെക്കുകളോടുകൂടി ഉൾപ്പെടുത്താം. ചെക്ക് ഫോർ ഷിയർ, ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്, ഡിഫ്ലക്ഷൻ എല്ലാം ഉൾപ്പെടുത്താം. ചില ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെക്സ് എന്ന് കാണാറുണ്ട്. അപ്പൊ മിനിമം നിങ്ങൾ സ്പേസിങ്ങിന്റെ അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് സ്പേസിങ്ങിന്റെ ചെക്കും മിനിമം റീഇൻഫോഴ്സ്മെന്റ് ചെക്കും എല്ലാം വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ സ്റ്റെയറുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈനും കാര്യങ്ങളും വരുന്നത്. ഇതേ കേസ് തന്നെയാണ് ഓപ്പൺ വെല്ല്, സെന്ററിൽ ഒരു സ്പേസ് വരുമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ഇവിടെ കുറച്ച് സ്പേസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മാത്രം. അതിനനുസരിച്ചുള്ള വിഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരികയാണ്. നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് അസൈൻമെന്റ് ആയിട്ട് ഒരു A4 എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് എന്തായാലും അടുത്ത സെമസ്റ്റർ നെക്സ്റ്റ് വീക്ക് തൊട്ട് ക്ലാസ്സുകൾ മിക്കവാറും S5ന്റെ ലാബ് തുടങ്ങും. അപ്പോൾ നിങ്ങൾ കോളേജിൽ വരേണ്ടി വരും. ആ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യാം. സോഫ്റ്റ് കോപ്പി ഗൂഗിൾ ക്ലാസ് റൂമിലൊന്നും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണ്ട. നിങ്ങളുടെ അസൈൻമെന്റ് ആയിട്ട് തന്നെ വെക്കുക. ഇത് അസൈൻമെന്റ് വെക്കുന്നവർക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ ഇന്റേണൽസിൽ കിട്ടാനുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഏതെങ്കിലും വെക്കാത്തവർക്ക് ഇത് അതിൽ പരിഗണിക്കുകയും ചെയ്യും. നിങ്ങൾ വരുന്ന ദിവസം ഇതിന്റെ ഹാർഡ് കോപ്പി ആയിട്ട് വരിക. നിങ്ങൾക്ക് ബാച്ച് വൈസ് ആയിട്ടായിരിക്കും വരിക. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. എല്ലാവരും എഴുതി റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇനി ഒരു പ്രോബ്ലത്തിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ നോട്ടിൽ എന്തായാലും എഴുതണം. കാരണം റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ്ലി വന്നിട്ടുള്ള ഇതേ വാല്യൂകൾ മാറ്റാതെ ഇതേ ക്വസ്റ്റ്യൻ ആണ്. Design a dog-legged staircase having an effective span of 4.3 meter. Provide a rise of 150, tread 250,
ലൈവ് ലോഡ് 3 kN/m², യൂസ് M20 ആണ് Fe415. ഇതിൽ സിമ്പിൾ ആണ്. ഇവിടെ എഫക്റ്റീവ് സ്പാൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈസും ട്രെഡും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട, റൂമിന്റെ ഹൈറ്റ് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ആ വേസ്റ്റ് സ്ലാബിന്റെ എന്ത് ചെയ്താൽ മതി, 4.3 മീറ്റർ എഫക്റ്റീവ് സ്പാൻ ഉണ്ട്. നമുക്ക് ആക്ച്വലി അതിന്റെ ഡെഡ് ലോഡ് ഓഫ് വേസ്റ്റ് സ്ലാബ്, സ്റ്റെയർ, ലൈവ് ലോഡും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് അതിനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് WL²/F8 എന്നുള്ള ഇക്വേഷൻ കൊടുത്തിട്ട് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക, ഡെപ്ത് കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഡെപ്ത് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് അസ്യൂം ചെയ്യണം. ഓക്കെ, L/D ഒരു 20 25 അസ്യൂം ചെയ്യുക. എന്നിട്ട് തിക്നെസ് ഓഫ് വേസ്റ്റ് സ്ലാബ് കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ചെയ്ത പ്രൊസീജിയറുകളെല്ലാം ചെയ്യുക. സിമ്പിൾ ആണ്. ഇവിടെ എഫക്റ്റീവ് സ്പാൻ കാണാൻ നിൽക്കണ്ട. മാത്രമല്ല നമ്പർ ഓഫ് റൈസോ നമ്പർ ഓഫ് ട്രെഡോ ഒന്നും കാണാൻ നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം റൂമിന്റെ ഹൈറ്റ് ഒന്നും തന്നിട്ടില്ല. ഇനി അടുത്ത കേസ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിന്റെ സെയിം തന്നെയാണ്. ഡിസൈൻ എ ലോഗ് ലെഗ്ഡ് സ്റ്റെയർ ഫോർ ആൻ ഓഫീസ് ബിൽഡിംഗ് ഇൻ എ റൂം മെഷറിംഗ് 2.8 മീറ്റർ ബൈ 5.8 മീറ്റർ. കുറച്ച് ഡയമെൻഷൻസിൽ മാറ്റമുള്ളൂ. ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്ലോർ ഈസ് 3.6 മീറ്റർ. വിഡ്ത്ത് ഓഫ് ലൈറ്റ് ഈസ് 1.25. അലോ എ ലൈവ് ലോഡ് ഓഫ് 3 kN/m², Fe415 and M20 concrete. Assume the stair are supported on 230 mm walls at the end of outer edges of landing slab. ലാൻഡിംഗ് സ്ലാബിന്റെ ഔട്ടർ എഡ്ജ് 230 mm വാളിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അവിടെ ബിയറിംഗ് എന്ന് പറയുന്നത് 230 mm/2 എന്ന് വരും. വാളിൽ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എത്രയാണോ ആ ലെങ്ത് വരുന്നത് അതിലേക്ക് ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് പ്ലസ് 230/2 കൂടെ വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. എനിവേ ഇത്രയാണ് നിങ്ങളുടെ ST യിൽ വരുന്ന പോർഷൻസ്. നിങ്ങൾ ഏതെങ്കിലും പോർഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എടുത്തു തരാം. പിന്നെ നിങ്ങളുടെ തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിൽ തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിൽ സൺഷെയ്ഡും ഇതുണ്ടാവും. സൺഷെയ്ഡ് എന്ന് പറയുന്നത് ആക്ച്വലി വ്യത്യാസമൊന്നുമില്ല, സാധാ സ്ലാബും ലിൻഡിലും കൂടെ ഡിസൈൻ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്, ബീമും ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് വെക്കണമെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നിവ നിങ്ങളെ റിക്വസ്റ്റ് പോലെയാണ്. ഒരുവിധം പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ലാബിന് വരുന്ന സമയത്ത് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ആ സമയത്തും ചോദിക്കാം. ഓക്കെ, എനിവേ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ SD1 മോസ്റ്റ് പ്രോബബ്ലി S6 SD2 ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ എനിവേ താങ്ക് യു.